ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ തറവാട്ട് പുളിയാണ് ഉണ്ടാക്കുന്നത്. തറവാട്ട് പുളി എന്താണെന്ന് വെച്ചാൽ തറവാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത്, എല്ലാവർക്കും ഉണ്ടാക്കാം. പണ്ട് ഒത്തിരി അംഗങ്ങളുള്ള തറവാടുകളിൽ നമ്മൾ ഒഴിക്കാനൊരു കറി അങ്ങനെ ഉണ്ടല്ലോ, ചിലർക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെക്കുന്ന ഒരു കറിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പുളി ഇടിച്ച് അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചേർത്തിട്ട് ഒഴിക്കാനുള്ള രസം പോലെയുള്ള ഒരു കറിയാണ് ഈ തറവാട്ട് പുളി. അത് പാലക്കാട് സൈഡിലേക്ക് മുളക് വറുത്ത പുളി എന്ന് പറയും. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പുളിവെള്ളം എന്നും പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കറി, പക്ഷെ അത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കൂടെ എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. ഞാൻ നിങ്ങളുടെ കനക. ചെറിയ ഉള്ളി, 2 ഉണക്കമുളക്, 2 പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുളി ഒന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ പുളി നന്നായിട്ട് കുതിരട്ടെ. സമയം കൊണ്ട് ഇതെല്ലാം റെഡിയായിട്ട് വയ്ക്കാം. ഞെട്ടൊക്കെ കളഞ്ഞ് വയ്ക്കാം. ഉള്ളി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഞാനിവിടെ കൽച്ചട്ടിയാണ് വെക്കാറ്. ചീനച്ചട്ടിയുള്ളവർ അത് വയ്ക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഒരു കുറവും വരുത്തണ്ട കേട്ടോ. വെളിച്ചെണ്ണ ഇച്ചിരി നന്നായിട്ട് ഇങ്ങോട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ലേശം ഉലുവ കൂടുതൽ വേണ്ട, ഒരു 8-1 സ്പൂണൊക്കെ മതിയാവും. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഉണക്കമുളക് പിച്ചിടാം. പിന്നെ ചുവന്നുള്ളി, ഉള്ളി ഒന്ന് പതുക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. എരിവില്ലാത്ത മുളകാണെങ്കിൽ കുറേ കൂടുതൽ ഇടാൻ പറ്റും. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർക്കാം. പുളി ചേർത്ത ശേഷം പുളിക്ക് ആവശ്യമുള്ള വെള്ളം നോക്കിയിട്ട് പുളിയുടെ കണക്കനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനിയാണ് കേട്ടോ അതിനകത്ത് എത്ര ഉള്ളൊരു കഷ്ണം, കുഞ്ഞ് കഷ്ണം ശർക്കര. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. മധുരം വരാൻ പാടില്ല കറിക്ക്. ചെറിയ ഒരു ശർക്കര ഇടുക. അതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം. പുളി തിളയ്ക്കണം, ഒന്നില്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിക്കണം, അല്ലെങ്കിൽ ചുമ്മാ പതിഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ളൊരു മേൻപൊടി തിളച്ച് വരുമ്പം നമ്മുടെ കായം ചേർക്കണം. തീ കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെന്തോട്ടെ. ഉണ്ടോ, കാണുമ്പോൾ തന്നെ ഊണഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിടാം. നല്ല ചോറ്, വൈറ്റ് കളർ ചോറ് എൻ്റെ കയ്യിലുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഒഴിക്കാം. നല്ല കഞ്ഞി പോലെ ആവണേ. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്ടിപ്പുളി. ഞാനിതുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ എടുക്കാനില്ല. അതിനകത്ത് ആ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇങ്ങനെ ഞങ്ങൾ തിരുമുതിലേക്ക് ഉണക്കമുളക് നന്നായിട്ട് തിരുമിയിട്ട് ഒന്നും വേണ്ട എനിക്ക് ഇതിൻ്റെ കൂടെ. അയ്യോയ്യോ, എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണിത്. അമ്മ അയ്യടാ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷെ ഞാനിപ്പം ഇത് മാത്രം കൂട്ടിയിട്ട്, അപ്പോൾ ഇതൊന്ന്
ഉണ്ടാക്കി നോക്കണം കേട്ടോ, അറിയില്ലാത്തവർ. എന്തൊരു സ്വാദാണെന്നറിയോ, ആ കായത്തിൻ്റെ ഫ്ലേവറും ആ ഉള്ളി വഴറ്റിയതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഈ രസം ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇതുവരെ ആരും ഒന്നും ലൈക്ക് കൂടണില്ല, എന്താ പറയണ്ടേ, കഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.